നമസ്കാരം. പ്രകൃതിയിൽ പല ജീവജാലങ്ങളും അപകടങ്ങൾ മുന്നിൽ കണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടത്രേ, മനുഷ്യരൊഴിച്ച്. സേലിംഗം ആരംഭിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻ്റെ ഔദ്യോഗികമായ ഒരു രേഖ കൂടി പുറത്തിറങ്ങി. ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് ആ ഡോക്യുമെൻ്റ് കിട്ടിയത്. 24/7/2026 കമൻസ്മെൻറ്റ് ഓഫ് ഗേറ്റ് വേ എക്സിം ഓപ്പറേഷൻസ് ആൻഡ് മാൻഡേറ്ററി കംപ്ലയൻസ് വിത്ത് SCMTR 2018 അറ്റ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, തിരുവനന്തപുരം. വിശദമായ 4 പേജോളമുണ്ട്. അത്രയുമൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം തരാൻ ശ്രമിക്കാം. ഒറ്റ വരി മാത്രം നമുക്ക് നോക്കാം. വൈൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, തിരുവനന്തപുരം ഹാസ് ഹിതർടു ഫങ്ഷൻഡ് എക്സ്ക്ലൂസീവ്ലി ആസ് ആൻ ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് അണ്ടർ സെക്ഷൻ 54, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാർഗോ ഓപ്പറേഷൻ ഷാൽ കമൻസ് വിത്ത് ഇഫക്റ്റ് ഫ്രം 18/8/26. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാലും കസ്റ്റംസിൻ്റെ ഇത്തരത്തിലുള്ള ചില സാങ്കേതികമായ രേഖകൾ, ഉത്തരവുകൾ വരാതെ പ്രോജക്റ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നടക്കില്ല. അപ്പോൾ അതും ട്രേഡുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് ഇന്നലെ വളരെ ലേറ്റായിട്ട് ഏകദേശം 9 മണിയായപ്പോഴാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ കടമ്പകൾ ഓരോന്നായി മാറുന്നു. ഇനിയുള്ള ദിവസങ്ങൾ 18/8/26 എന്നുള്ള ദിവസത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളാണ്. സുഗമമായി പ്രവർത്തിക്കുന്ന ഒരു പോർട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുടക്കത്തിലുണ്ടാവില്ല. അതൊക്കെ ക്രമേണ ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പക്ഷികളും മൃഗങ്ങളും നായകളും ഒക്കെ മത്സ്യങ്ങളും ഒക്കെ നേരത്തെ അറിയാറുണ്ട്. അതനുസരിച്ച് അവർ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. ഒരു വലിയ അപകടം നമ്മുടെ മുന്നിൽ വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് 18 എന്ന് പറയുന്ന ഒരു ദിവസം കണ്ടെയ്നർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ട്രക്കുകൾ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും 2 ലൈൻ റോഡുകൾ ഇതിലൂടെയൊക്കെ ഈ കണ്ടെയ്നറുകൾ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയണമെങ്കിൽ ഏകദേശം 8 മില്യൺ 7.94 മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്ത 80 ലക്ഷം എന്ന് നമുക്ക് ഓർക്കാൻ പറയാം. മുംബൈയിലെ JNPT തുറമുഖത്ത് ഒരു ടെർമിനലിലേക്ക് പോകുന്ന ഗേറ്റ് വേ ടെർമിനൽ ഇന്റർനാഷണൽ ആണെന്ന് തോന്നുന്നത്, GTI. വിമാക്കിൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിതിൻ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ട്രക്ക് യാത്ര നടത്തുന്നയാളാണ്. അദ്ദേഹം ബോംബെയിൽ പോയപ്പോൾ അവിടുത്തെ പോർട്ടിൻ്റെ സാഹചര്യം നമുക്കൊരു വീഡിയോ അയച്ചു തന്നു. പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അവിടെ 80 ലക്ഷമാണെങ്കിൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇവിടെ 60 ലക്ഷം, നമ്മുടെ തുറമുഖത്ത് 60 ലക്ഷം കണ്ടെയ്നറാണ് വരികയും പോവുകയും ഒക്കെ ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ഷിപ്മെൻ്റ് അടക്കം. നമുക്ക് ആകെയുള്ള അറിയാമല്ലോ, ഒരു 1.5 മീറ്റർ വീതിയുള്ള ഒരു റോഡുണ്ട്. അതിപ്പോൾ തമിഴ്നാട് കണക്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. കുപ്പിക്കഴുത്താണെങ്കിൽ നിലവിലുള്ള NH കൂടെ പോകണമെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ, ആംബുലൻസുകൾ അതിനിടയിൽ പെട്ടുപോയാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ബോംബെയിൽ 4 or 5 ഫ്ലൈ ഓവറുകൾ, ഡെഡിക്കേറ്റഡ് ലൈൻസ് ഉണ്ടെന്നാണ് ജിതിൻ പറഞ്ഞത്. ജിയോ റിലയൻസുകാർ പണിതടക്കം പോർട്ടിലോട്ട് പോകാൻ 4 or 5 ഡെഡിക്കേറ്റഡ് ലൈൻസ് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ കണ്ട കാഴ്ച. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തുറമുഖത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ബൈപ്പാസ് ഉണ്ട്, ദേശീയപാത ബാലരാമപുരം വരെ കുപ്പിക്കഴുത്തായിട്ട് നിൽക്കുന്നു. അത് വീതി കൂട്ടുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഒന്നുമില്ല, ഒരു നടപടിയുമില്ല. ഔട്ടർ റിംഗ് റോഡ് ഇപ്പോഴും ചില വീട്ടമ്മമാർ എന്നെ വിളിച്ച് പരിദേവനങ്ങൾ നടത്താറുണ്ട്.
4-5 വർഷമായി അവരുടെ ഭൂമി പണയത്തിലിരിക്കുന്നു, ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഇപ്പൊ വീണ്ടും എന്തോ ഒരു പാരിസ്ഥിതിക അനുമതി പ്രശ്നം എന്നൊക്കെ പറയുന്ന വാർത്ത കേൾക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ശ്രീ പിണറായി വിജയൻ അല്ല. അദ്ദേഹത്തിന് 10 കൊല്ലം കിട്ടിയിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ അതുപോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റ് മാറി എന്ന് ജനങ്ങൾ കരുതില്ല. മാത്രമല്ല, LDF-നോട് തുടങ്ങിയ സമീപനം വളരെ പെട്ടെന്ന് തന്നെ UDF-നോടും ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ശ്രമിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് വരുന്നതിന്റെ ഭാഗമായിട്ട് ലാൻഡ് സൈഡിൽ നടക്കേണ്ട പ്ലാനിങ്ങോ അതിനനുസരിച്ചുള്ള ഒരു എമർജൻസി വർക്കോ ഒന്നും നടക്കുന്നില്ല. പഴയതുപോലെ തന്നെ ഒരു ഒച്ചിടയുന്ന വേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 100 ദിവസത്തെ സൈറ്റ് ഇപ്പോഴും 0-0 1-0-0 എന്നുള്ള നിലവിൽ നിൽക്കുകയാണ്. ഓർമ്മപ്പെടുത്തേണ്ടവരെയൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടും ഒരു മാറ്റവും കാണുന്നില്ല. അതുകൊണ്ട് 100 ദിവസം വരെ ഞങ്ങൾ ക്ഷമിക്കാം. ഒരു പുതിയ സർക്കാരിലെ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്ന് പറയാം. ഇവിടെ ഈ റോഡുകൾ പോരാ, നിലവിലുള്ള റോഡുകൾ പോരാ എന്നുള്ളത് ബോംബെ നമുക്ക് ഉദാഹരണമാണ്. അംബാസമുദ്രമുണ്ട്, പ്രധാനപ്പെട്ട ഒരു റോഡായിട്ട് വികസിപ്പിക്കേണ്ട കട്ടാക്കട അംബാസമുദ്രം തിരുനെൽവേലി റോഡ്. അതുപോലെ പല പുതിയ റോഡുകളും ഇല്ലെങ്കിൽ തലസ്ഥാനം നിശ്ചലമാകും എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇതിന് ഇപ്പൊ ഈ 2028 എന്ന് പറയുന്നതിന് അധിക ദിവസങ്ങളില്ല. റെയിൽവേ ഒന്നുമായിട്ടില്ല. വളരെ വേഗതയിൽ ഇതിനൊരു പ്രത്യേക മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് എന്തൊക്കെയാണ് വരേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുക, ഗവൺമെന്റിന് വരുമാനം വരിക തുടങ്ങിയ കാര്യങ്ങൾ ദൈനംദിനം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറല്ല, ഓരോ മണിക്കൂറിലും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള പ്രത്യേക ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടായില്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തുക എന്നത് മാത്രമല്ല, തുറമുഖം തന്നെ നിശ്ചലമായി പോകും. തുറമുഖത്തിൽ നിന്ന് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും എന്നുള്ള ഉറപ്പിലായിരിക്കും കപ്പലുകൾ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ച് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാതെ സ്റ്റക്കായി പോയാൽ കപ്പലുകൾ അവർക്ക് പോകേണ്ട വഴിയിലോട്ടൊക്കെ അവർ പോകും. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചീത്തപ്പേരും നാണക്കേടും ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലോട്ട് പോകരുത്, അവസ്ഥയിലോട്ട് പോകരുത് എന്ന് മാത്രമാണ് 2 കൊല്ലം മുമ്പേ ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം എന്ന് നമ്മൾ കേരളത്തിലൊന്നും കാണുന്നില്ല, ഇന്ത്യൻ സാഹചര്യത്തിലും കാണുന്നില്ല. ഇത് ദുബായ് ഫെബ്രുവരി 28 അവർക്കൊരു പ്രശ്നമുണ്ടായത്. ഇന്നലെ ആ വാർത്ത പുറത്തു വന്നു, അവർ എഗ്രിമെന്റ് ഒപ്പിട്ടു. അടുത്ത 50 വർഷത്തേക്ക് പുതിയ 2 പോർട്ട് DP വേൾഡും ഫുജറ പോർട്ട്സ് അതോറിറ്റിയും കൂടെ ചേർന്ന് 2 പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കരാർ ഒപ്പിട്ടു. ചേർന്നല്ല, ഡെവലപ്പ് ചെയ്യുന്ന ദുബായ് ആണ്, ലാൻഡ് ഇരിക്കുന്നത് ഫുജറയുടെ കയ്യിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അൽ റുഗായിലത്ത് എന്നാണ് കണ്ടെയ്നർ ടെർമിനലിന്റെ പേര്. 25 ലക്ഷം കണ്ടെയ്നറാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 2.5 മില്യൺ. MSC മിക്കവാറും അൽ റുഗായിലത്തിന്റെ കൂടെ അങ്ങ് പോകും. കാരണം ഇപ്പോഴും ഇവിടെ യാതൊരു പുരോഗതിയുമില്ല. കാരണം ഇവിടെ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ഷെയർ എടുക്കുന്ന കാര്യത്തിൽ ഇവിടെ ആരെങ്കിലും ഷെയർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ അനുമതി നൽകേണ്ടതിന് പകരം ഇവിടെ ആഴ്ചകളും മാസങ്ങളും എടുത്ത് ചർച്ചയും ഗവേഷണവും ലെൻസ് വെച്ച് പരിശോധനയും നടക്കുകയാണ്. അവരുടെ മുന്നിൽ ദുബായ് ഉണ്ട്, ഇപ്പൊ എന്താ അൽ റുഗായത്ലത്തുണ്ട്, ദിബ്ബ പോർട്ടുണ്ട്, ഇപ്പുറത്ത് കൊളംബോ ഉണ്ട്, ഹംബൻടോട്ട ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, മലേഷ്യ ഉണ്ട്, തഞ്ചൂങ് പലപ്പാസ് ഉണ്ട്, പോർട്ട്ക്ലാങ് ഉണ്ട്. വിഴിഞ്ഞമെന്ന് പറയുന്ന ഒരൊറ്റ ടെർമിനൽ മാത്രമല്ല ഈ ഭൂലോകത്തുള്ളതെന്നെങ്കിലും വേണ്ടപ്പെട്ട ആളുകളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ 24-30 മാസത്തിനുള്ളിൽ, അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ടെററിസം എന്ന് പറയുന്നത് അതാണ്. 25 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പോർട്ട് നിർമ്മിക്കുന്ന ഡെഡ് ലൈൻ 24 മാസം, 2 കൊല്ലം അല്ലെങ്കിൽ 30 മാസം മാക്സിമം. അത്ര വേഗതയിലാണ് ഈ ട്രേഡിന്റെ രുചി മനസ്സിലാക്കിയവർ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് എന്നറിയുമ്പോൾ ഇവരുമായിട്ടൊക്കെ മത്സരിച്ചു വേണം TRV കണ്ടെയ്നർ കണ്ടെത്താൻ. അങ്ങനെ കണ്ടെയ്നർ വരുന്നില്ല, TRVക്ക് അടിപറ്റും എന്നുള്ളതിന്റെ സൂചന നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ആഴ്ച, ഈ 4 ദിവസം തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ പോർട്ടിന്റെ പെർഫോമൻസ് വെറും 50% ശരാശരി. 50 അല്ല, കൃത്യമായി പറഞ്ഞാൽ 56.84%. MSC ഒരു റീതിങ്കിങ്ങിലാണോ എന്നറിയില്ല. ഇവിടെ നിന്ന് വലിയ താല്പര്യമില്ല. സമരങ്ങൾ, കേസ് കൊടുക്കൽ, വിരട്ടൽ,
ഇപ്പോഴും ചില മൈതാന പ്രസംഗങ്ങളൊക്കെ ചിലർ നടത്തിക്കുന്നുണ്ട്. MSC പുനർവിചിന്തനം വല്ലതും നടത്തിയോന്നറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കപ്പലുകളുടെ എണ്ണം കുറവാണ്. പോർട്ടിന്റെ പ്രവർത്തനം 56.84%. 110ഉം 120% പൊയ്ക്കൊണ്ടിരുന്ന പ്രവർത്തനം കുത്തനെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ബന്ധപ്പെട്ടവർ, ഈ സമരം നടത്തുന്നവർക്ക് കുറെ സമരം നടത്തി എഴുന്നേറ്റ് പോയാൽ മതി. കാര്യം അവരടുത്ത 10 വർഷത്തേക്ക് ജീവിക്കേണ്ട പണമെല്ലാം സമ്പാദിച്ചിട്ടാണ് ഇറങ്ങി പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവരുടെ മക്കൾക്കും ബുദ്ധിമുട്ടില്ല. ഇവിടെ ഇതിൽ നിന്ന് 2 ചക്രം വരുമാനം പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഈ പോർട്ട് യൂട്ടിലൈസേഷന്റെ നിരക്ക് കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത്, യെസ്, ഇറ്റ്സ് ബിക്കോസ് MSC ഹാവ് സ്ലോ ഡൗൺ INTRV ആൻഡ് യൂസിംഗ് LKCMB, ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട്, ആൻഡ് LKHBA, ഹംബൻടോട്ട, മോർ ആസ് ദേ ഹാവ് സച്ച് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ പോകാനുള്ള എല്ലാ ഫ്ലെക്സിബിലിറ്റിയിലുമാണ് MSC വർക്ക് ചെയ്യുന്നത്. ഇവിടെ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കരക്കമ്പി വഴി ചില പ്രതികരണങ്ങൾ കിട്ടിയത് അങ്ങ് ജനീവയിൽ എത്തിയിട്ടുണ്ടാകും. അവരതുകൊണ്ട് ചുവടൊന്ന് മാറ്റി ചവിട്ടുകയാണ്. ഇവിടെ ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചു നാളൂടെ കാത്തിരിക്കാൻ പറ്റും. ഈ സർക്കാരിനെതിരെയും പ്രതികരിക്കാൻ ജനങ്ങൾക്കറിയാമെന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ.